ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ അതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കഞ്ഞിവെള്ളം കാണും. ചില സമയത്ത് നമ്മളതെല്ലാം പാഴാക്കി കളയാനുള്ളത്. അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കെച്ചപ്പാട്ടോ. നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങും, ഇതുപോലെ ചെറിയ ചെറിയ പാക്കറ്റുകളിൽ കെച്ചപ്പ് കിട്ടാറുണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ അത് ആരും ഇനി കളയണ്ട, ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു പാക്കറ്റ് കെച്ചപ്പ് ആ കഞ്ഞിവെള്ളത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡ കേട്ടോ. പിന്നെ നമുക്ക് നാരങ്ങാനീര് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പോൾ നല്ലൊരു സൊല്യൂഷൻ കിട്ടും കേട്ടോ. ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷൻ ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു വലിയ പാത്രത്തിലോട്ട് ആ ലിക്വിഡെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തോന്നി നമ്മുടെ സ്പൂണൊക്കെ, പഴയ സ്പൂണുകളൊക്കെ ഒരുപാട് നമ്മുടെ വീടുകളിൽ കാണും, ഒരുപാട് ഉപയോഗിക്കാത്തതൊക്കെ. അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു 10-15 മിനിറ്റ് ആ വെള്ളത്തിൽ വന്നിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ സൈഡിൽ പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ പഴയ സ്പൂണുകളോ തവികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടിപ്പാണ്. പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് ക്ലീനായി കിട്ടും. അതിൻ്റെ സൈഡിൽ പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ മാറി കിട്ടും കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ, അതെല്ലാം ചായ കുടിച്ച് കഴിയുമ്പം ആ ഒരു ചായക്കറിയും അതുപോലെ തന്നെ ഈ ചായയുടെ പാലൊക്കെ ഒഴിക്കുന്നതാണ്, അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ എപ്പോഴും തങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വേണമെങ്കിൽ ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് ആ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ബാഡ് സ്മെല്ലൊക്കെ മാറാൻ സഹായിക്കും. ഇനി ഞാൻ ഇതൊരു ചെറിയൊരു ബോട്ടിലോട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പ്രേ ബോട്ടിലോട്ട് ഞാനൊന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി അതിലോട്ടൊന്ന് ഒഴിച്ച് വെക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഇതുപോലെ ടൈലിൽ കറയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് മാറാനും നന്നായിട്ട്, ഒരുപാട് കറയൊന്നും മാറത്തില്ല, നന്നായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ മാറാൻ സഹായിക്കും കേട്ടോ. ഇതുപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു സൊല്യൂഷനാണ്. ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഈ ലിക്വിഡ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുക കേട്ടോ. നമ്മൾ രാത്രിയിലൊക്കെ ആയാലും കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരുപാട് വേസ്റ്റും എണ്ണമയൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കും. അപ്പം കുറച്ച് ലിക്വിഡ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരുപാടിട്ട് ഉരയ്ക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്കൊക്കെ മാറി നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ബേക്കിംഗ് സോഡയും എല്ലാം അതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കണ്ടോ, ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കുറച്ച് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ 2-3 ദിവസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അഴുക്ക് പറ്റുന്ന സമയത്തൊക്കെ ഗ്യാസ് സ്റ്റവ് ഇങ്ങനെ ക്ലീനാക്കി എടുത്താൽ മതി കേട്ടോ. നല്ലൊരു സൊല്യൂഷനാണ്. വളരെ നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കൊരു നനഞ്ഞ തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ഇതെല്ലാം ഇതുപോലെയാണ് ക്ലീനാക്കി എടുത്തത് കേട്ടോ. അതിലൊക്കെ നമ്മുടെ എണ്ണമയം പിടിച്ചിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ മാറാൻ സഹായിക്കും. അതുപോലെ ഞാൻ അതിൻ്റെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തിരിക്കുന്ന ഭിത്തിയും ഒക്കെ നന്നായിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ എപ്പോഴും നമ്മൾ എണ്ണമയൊക്കെ പിടിച്ചിരിക്കുമല്ലോ, കറി വെക്കുമ്പോൾ എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കും. അതൊക്കെ മാറാൻ നല്ലൊരു സൊല്യൂഷനാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ, ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ് ബേസിൻ കഴുകിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു സ്ക്രബ്ബർ വെച്ചൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും. അതുപോലെ തന്നെ വാഷ് ബേസിനിൽ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കാം കേട്ടോ. കിച്ചൺ സിങ്കിലും എന്തെങ്കിലും ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ രാത്രി സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കണ്ടോ, നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ മാറി കിട്ടുന്നുണ്ട്. ആ ഒരു വഴുവഴുപ്പൊക്കെ വരുമല്ലോ, അതൊക്കെ മാറാനും നല്ലൊരു സൊല്യൂഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് ഇങ്ങനെയും ഒരുപാട് ടിപ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.